പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മത്തൻ കൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. മത്തൻ പംകിൻ എന്നറിയില്ലേ, അതിനെ കൊണ്ട്. ഇത് കഴുകി വൃത്തിയാക്കിയ മത്തനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ചേർത്ത് വേവിക്കാൻ വെക്കുക. ഇതിൽ ഞാൻ തൊലിയോട് കൂടിയാണ് എടുത്തത്. അത് ഒഴിവാക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത് അവിടുന്ന് വേവുന്ന സമയം കൊണ്ട് തേങ്ങ, പിന്നെ പുളിക്ക് ആവശ്യമുള്ള തൈര്. പുളി കൂടി പോകാൻ പാടില്ല, അതേപോലെ കുറഞ്ഞു പോകാനും പാടില്ല. അതിനനുസരിച്ച് തൈര് ചേർക്കുക. അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലതുപോലെ മഷി പോലെ അരച്ചെടുക്കുക. നല്ലതുപോലെ അരയണം. എന്നിട്ട് വെന്ത മത്തനിലേക്ക് ചേർക്കുക. ഇത് ഒരുപാട് ലൂസായിപ്പോയ രസം ഉണ്ടാവില്ല. അതുകൊണ്ട് വെള്ളം ആവശ്യത്തിനൊഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കുക. അത് മിക്സ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ കറിവേപ്പിലയും ചേർക്കുക. വേറൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് തിളച്ച് കഴിഞ്ഞാൽ കൈ വെക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ തൈര് ചേർത്തത് കൊണ്ട് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ തിളച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. പിന്നെ അതിലേക്ക് വറവിടാനായിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ, പിന്നെ കടുക്, ഉലുവ, ഉണക്കമുളകും ചേർത്ത് അതിലേക്ക് വറവിട്ടാൽ നമ്മളെ മത്തൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് കഴിയുന്നതാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് ഇതിന് രസം വന്നത്. പല തരത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഇത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ.